വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ PJ വിൻസെന്റ് ടെലിഫോണിൽ ചേരുകയാണ്. നമസ്കാരം സാർ. ഈ 2 ആഴ്ചത്തെ വെടിനിർത്തൽ കാലാവധിയൊക്കെ നീട്ടിക്കൊണ്ടുള്ള അമേരിക്കയുടെ ഒരു പ്രഖ്യാപനമൊക്കെ വരുന്നുണ്ട്. അത് നമ്മൾ ഏത് തരത്തിൽ വേണം കാണാൻ? ട്രംപിൻ്റെ നമുക്കറിയുന്നത് പോലെ ട്രംപ് പല നിലപാടുകൾ എടുക്കുകയും അഭിപ്രായങ്ങൾ പറയുകയൊക്കെ ചെയ്യുമ്പോഴും അങ്ങനെയൊന്നുമല്ല പക്ഷേ പ്രവർത്തിക്കുക. അതുകൊണ്ട് തന്നെ ഈ ഒരു വെടിനിർത്തൽ കാലാവധി വിശ്വസിക്കാൻ പറ്റുന്നതാണോ? വെടിനിർത്തൽ കാലാവധി ട്രംപിന്റെ നയങ്ങൾ വെച്ച് പരിശോധിക്കുമ്പോൾ ഏത് സന്ദർഭത്തിലും അദ്ദേഹം പ്രഖ്യാപിത നിലപാടിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറുകയും പുതിയ നിലപാടുകൾ പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു ശീലമുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ വിദേശ നയം കൈകാര്യം ചെയ്യുന്നതിലെ സവിശേഷമായ ഒരു രീതിശാസ്ത്രമാണത്. അതുകൊണ്ട് പൂർണ്ണമായ അർത്ഥത്തിൽ ഈ കാര്യങ്ങളെ നമുക്ക് വിശ്വാസത്തിലെടുക്കാൻ സാധിക്കില്ല. അതേസമയം ഗൾഫിലെ ഇപ്പോൾ പ്രിവെയിൽ ചെയ്യുന്ന ഒരു സാഹചര്യം പരിശോധിച്ചു കഴിഞ്ഞാൽ വീണ്ടും യുദ്ധം ആരംഭിക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം അത് ആ മേഖലയുടെ സുരക്ഷിതത്വത്തെ ബാധിക്കും എന്ന് മാത്രമല്ല, ആദ്യഘട്ടത്തിൽ ഫെബ്രുവരി 28 അമേരിക്കയും ഇസ്രായേലും ആരംഭിച്ച യുദ്ധം അപ്പോഴുള്ള സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്. എനിക്ക് തോന്നുന്നത് ഫെബ്രുവരി 28 യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പുള്ളതിനേക്കാൾ കൂടുതൽ തന്ത്രപരമായും ഒരുപക്ഷെ സൈനികമായും ശക്തമായ ഒരു നിലയിലാണ് ഇറാൻ. മാത്രവുമല്ല, അവർക്ക് ഈ ചർച്ചാ ടേബിളിൽ തങ്ങളുടെ ആവശ്യങ്ങൾ കൃത്യമായി ഉന്നയിക്കുവാനും സമ്മർദ്ദം ചെലുത്തുവാനുമുള്ള ശേഷി അവർ നേടിയിട്ടുണ്ട്. അത് ഹോർമൂസ് കടലിടുക്കിന് മേലെ അവർക്ക് നിയന്ത്രണം സാധ്യമാണ് എന്ന ഒരേ ഒരു വിഷയത്തിലാണ് ഈ കരുത്ത് അവർ തെളിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത കൊണ്ട് ഈ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തെ എപ്പോൾ വേണമെങ്കിലും ഫലപ്രദമായി ഡിസ്റപ്റ്റ് ചെയ്യാൻ ഇറാന് സാധിക്കും. അപ്പൊ ഇതാണ് ഒരു സാഹചര്യം. അതിന്റെ കൂടെ റഷ്യയും ചൈനയും ഹോർമൂസ് കടലിടുക്ക് തുറക്കാനുള്ള യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിലിന്റെ പ്രമേയത്തെ വീറ്റോ ചെയ്തത് മുതൽ പ്രകടമായി തന്നെ ഇറാനെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യവും കൂടി നിലവിലുണ്ട്. പിന്നെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ലെബനനിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതുകൊണ്ട് പുതിയ ഒരു ആക്രമണം തുടങ്ങാനുള്ള യാതൊരുവിധ സാഹചര്യവും നിലവിലില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ന്യൂക്ലിയർ ആയുധങ്ങൾ ഉണ്ടാക്കുന്നു, യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുന്നു എന്നതായിരുന്നു യുദ്ധം തുടങ്ങുന്നതിന് മുമ്പുള്ള പ്രധാനപ്പെട്ട വിഷയം. മാത്രമല്ല 60% സമ്പുഷ്ടീകരിച്ച 400 കിലോഗ്രാമിലധികമുള്ള യുറേനിയത്തിന്റെ ശേഖരം ഇറാന്റെ കയ്യിലുണ്ട് എന്നാണ് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി പുറത്തുവിട്ട കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 90% ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ അതുപയോഗിച്ച് ഇറാന് മിനിറ്റുകൾക്കകം ആണവായുധങ്ങൾ, അണുബോംബ് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഈ 60% സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ ശേഖരം കൈമാറണം എന്നുള്ള ആവശ്യമാണ്. അതിന് പണമൊന്നും നൽകില്ല, ഏകപക്ഷീയമായി ഞങ്ങളങ്ങ് എടുക്കും എന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചത്. മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റിൽ യുറേനിയം ഡെത്ത് എന്ന ഒരു പ്രയോഗമുണ്ട്. കാരണം ഇറാന്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ പുഷ്കർ ആണവ നിലയം, നദാൽ ആണവ നിലയം, അതുപോലെ ഇസ്ഫഹാനിലുള്ള അവരുടെ ആണവ നിലയം, ഫോർദോ, ഇവിടെയെല്ലാം മാരകമായ ബോംബിങ് കഴിഞ്ഞ 2026 ഫെബ്രുവരി മാസത്തെ അക്രമത്തിൽ അമേരിക്ക നടത്തുകയുണ്ടായി. അപ്പോൾ ഈ യുറേനിയം ശേഖരം ഉണ്ടെങ്കിൽ തന്നെ അത് ഈ തകർന്ന അവശിഷ്ടങ്ങൾക്ക് ഉള്ളിലായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് അത് റിട്രീവ് ചെയ്തെടുക്കണം. ആ റിട്രീവ് ചെയ്തെടുക്കുന്നത് ഞങ്ങൾ കൈക്കലാക്കും എന്ന നിലയ്ക്കുള്ള ഒരു സ്റ്റേറ്റ്മെന്റും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ട്. അപ്പോൾ ഈ ആണവായുധങ്ങളെ സംബന്ധിച്ചുള്ള ആശങ്കയുടെ സ്ഥാനത്ത് നിന്ന് ഇപ്പോൾ ഹോർമൂസ് കടലിടുക്ക് തുറക്കുക എന്ന മിനിമം ലക്ഷ്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ചർച്ചയുടെ കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നത് ഇറാന്റെ മിസൈൽ പദ്ധതികളോ യുറേനിയം സമ്പുഷ്ടീകരണ ശ്രമങ്ങളോ ആണവായുധം ആർജിക്കാനുള്ള പരിശ്രമങ്ങളോ ഒന്നുമല്ല, മറിച്ച് ഹോർമൂസ് കടലിടുക്കിനെ ഒരു അന്താരാഷ്ട്ര കപ്പൽ പാതയായി നിലനിർത്തണം എന്നുള്ളതാണ്. അക്കാര്യത്തിൽ ഇറാന് ഒരു എഡ്ജ് ഉണ്ട്. ഏത് സന്ദർഭത്തിലും ഏത് ചർച്ചയിലും ഈ ഹോർമൂസ് കടലിടുക്ക് ഭൂമിശാസ്ത്രപരമായ കാരണങ്ങളാൽ തന്നെ അവർക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. അതിന് വലിയ നാവിക ശക്തിയുടെ ആവശ്യമില്ല. ഹിറ്റ് ആൻഡ് റൺ ടാക്ടിക്സ് ആണ് അവർ ഉപയോഗിക്കുന്നത്. അവരുടെ മോസ്കിറ്റോ ഫ്ലീറ്റ് എന്നറിയപ്പെടുന്ന ചെറിയ ഗൺ ബോട്ടുകൾക്ക് അതിലെ കടന്നു പോകുന്ന
വലിയ കാർഗോ ഷിപ്പുകളെ ആക്രമിക്കാൻ സാധിക്കും എന്നുള്ള ഒരു വാസ്തവമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഹോർമൂസ് കടലിടുക്ക് തുറക്കുകയും ഈ സംഘർഷത്തിന് പരിഹാരമുണ്ടാകുകയും ചെയ്യുന്ന നിലയ്ക്കുള്ള ഏത് ചർച്ചയിലും ഇറാന് ഒരു എഡ്ജുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ഏകപക്ഷീയമായ ഒരു ആക്രമണം നടത്തിക്കൊണ്ടോ അതല്ലെങ്കിൽ അവരുടെ ഒരു മിനിമം പ്രോഗ്രാമായ കാർഗ് ഐലൻഡിൽ ഒരു കരസേന നടപടിയിലൂടെ പിടിച്ചെടുക്കുന്നതിലൂടെയോ ഈ പ്രശ്നത്തിനൊരു പരിഹാരമാവില്ല. കാർഗ് ഐലൻഡ് പിടിച്ചെടുത്താൽ പോലും അത് റീറ്റെയിൻ ചെയ്യുന്നതിന് വലിയ വില അമേരിക്കയ്ക്ക് കൊടുക്കേണ്ടി വരും. കീഴടക്കാൻ വളരെ എളുപ്പമാണ്, പക്ഷെ അത് നിലനിർത്താൻ പറ്റില്ല. നിരന്തരമായ ഗറില്ല ടാക്ടിക്സിലൂടെയുള്ള ഗറില്ല യുദ്ധതന്ത്രം പ്രയോഗിച്ചുള്ള ആക്രമണം വന്നു കഴിഞ്ഞാൽ അവിടെ അമേരിക്കൻ സൈന്യത്തിന് നിലയുറപ്പിക്കുക എളുപ്പമായിരിക്കില്ല. അതുപോലെ ഈ ഹോർമൂസ് കടലിടുക്കിൽ നിരന്തരമായി ഇറാന്റെ മൊസ്കിറ്റോ ഫ്ലീറ്റുകൾ അവരുടെ ചെറിയ ഗൺബോട്ടുകൾ ആക്രമണം നടത്തുകയും ഹിറ്റ് ആൻഡ് റൺ ടാക്ടിക്സിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ബിസിയസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും തിരക്കേറിയ ഒരു കപ്പൽ പാതയിലൂടെയുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെടുമെന്നുള്ളത് വാസ്തവമാണ്. ഈ കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ നയതന്ത്ര ചർച്ചകളിലൂടെ പരമാവധി ഇറാനെ സമ്മർദ്ദം ചെലുത്തി ട്രംപിന്റെ ഒരു സവിശേഷമായ രീതിശാസ്ത്രമാണെങ്കിൽ ഭീകരമായി ഭീഷണിപ്പെടുത്തി ഒക്കെ ഈ പ്രശ്നപരിഹാരത്തിലേക്ക് പോകുക എന്നല്ലാതെ മറ്റു മാർഗങ്ങളില്ല. അതുകൊണ്ട് ആദ്യം ഈ ഫെബ്രുവരി 28 ആരംഭിച്ചതുപോലെ ഒരു വലിയ യുദ്ധം ആരംഭിക്കാനുള്ള സാധ്യത കുറവായിട്ടാണ് ഞാൻ കാണുന്നത്. ശരി, വളരെ നന്ദി സർ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.